സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് രാവിലെ തൊട്ട് യൂട്യൂബൊക്കെ നോക്കുമ്പോൾ കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാവിലെ രാത്രിയിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്നൊക്കെയാണ്. അപ്പം എനിക്കിന്ന് രാവിലെ ഞാനങ്ങനെ പള്ളിയിലൊന്നും പോകുന്ന വ്യക്തിയല്ല. എങ്കിൽ കൂടി ഇന്ന് എൻ്റെ ഭാര്യയുടെ അപ്പൻ മരിച്ച ദിനമായിരുന്നു. അവിടെ കല്ലറയിൽ ഈ കൂദാശ ചെയ്യുന്നൊരു പരിപാടിയുണ്ട് പള്ളിയിൽ. അത് കാരണം നമ്മൾ അവരോടൊന്നും പണം കണ്ട കാര്യം, കൂദാശ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒന്നും സംഭവിക്കാനില്ല. മരിച്ചവർ മരിച്ചു, സ്വർഗത്തിൽ പോകേണ്ടവർ പോയി, നരകത്തിൽ പോകേണ്ടവർ പോയി. എന്നാലും നമ്മുടെ ഒരു വിശ്വാസം അനുസരിച്ച് അവർക്ക് ഭാര്യയ്ക്കും ബന്ധക്കാർക്കും ഒന്നും ഒരു വെറുപ്പ് വേണ്ട. അതുകൊണ്ട് ഞാനും പോയി ഒക്കെ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഇപ്പം ന്യൂസുകളൊക്കെ കാണുന്നത് ഭയങ്കര എത്രയോ ഞാൻ ന്യൂസുകളല്ല കാണുന്നത്, ഞാൻ യൂട്യൂബിലാണ്. അങ്ങനെ പലരും പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം ഒരു ബലാത്സംഗ വീരനാണെന്ന് എല്ലാവരും പറയും. പക്ഷേ ഇയാൾക്ക് വേറെ എങ്ങും ഈ കേരളത്തിൽ വേറെ ആണുങ്ങളൊന്നും ഇല്ലയോ? ഈ പെണ്ണൊക്കെ ഇയാളെ മതിയോ? അപ്പോൾ ഇയാളെ എന്തോ വല്ല സ്വർണം കെട്ടിയ വല്ലതും ആണെന്നോ സംഭവം? അതോ ഇതൊക്കെ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഇത് ഒരു കാര്യത്തിൽ ഉറപ്പാണ്, ഈ സതീഷിനെ ഈ ഇലക്ഷൻ വരുമ്പോഴത്തേന് ഇയാളൊരു ശരിയായിരിക്കും. അയാളുടെ ഒരു ഇതനുസരിച്ച് അയാൾ ഇതിപ്പം എന്താ പറയുന്നത്, പണ്ടൊക്കെ പറയുമായിരുന്നു, നമ്മുടെ മുഹമ്മദ് ബഷീറിൻ്റെ ഇതിൽ പറയാമായിരുന്നു, എവിടെ ഗർഭം ഉണ്ടായാലും മറ്റേ പുള്ളി പറയുമായിരുന്നു, ഇത് ഞാനാ ഉണ്ടാക്കിയതെന്ന്. ഇപ്പം ഇതല്ല, എവിടെ ഗർഭം ഉണ്ടാക്കിയാലും ഉണ്ടാക്കിയ പാർട്ടിയല്ല പറയുന്നത്, പെണ്ണുങ്ങൾ പറയുന്നത് ഇത് രാഹുൽ മാങ്കൂട്ടമാണ് ഈ ഗർഭം ഉണ്ടാക്കിയതെന്ന്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഇത്ര ഗർഭം ഉണ്ടാക്കാൻ പണ്ട് ഞങ്ങളുടെ വർഗീസാറൊക്കെ പഠിപ്പിക്കുമ്പോൾ പറയുമായിരുന്നു, ഒരു കാള അതിൽ പോകുമ്പോൾ മണിയൻ കാള പോകുന്നു, ഇവൻ വിത്തുകാളയാ, അവനെ ഇതിന് കൊണ്ടുപോവുക എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞ പോലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലൊരു വിത്തുകാളയായിട്ട് ഈ പെണ്ണുങ്ങളൊക്കെ കരുതിയോ? വേറെ നാട്ടിലെങ്ങും ആണുങ്ങളില്ലയോ? ഇവരെ കെട്ടിയവന്മാരൊക്കെ കിഴങ്ങന്മാരാണെന്നോ? എന്തൊക്കെയാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്? ഇതൊക്കെ നിലനിൽക്കാത്ത കേസുകളാണെന്ന് എനിക്ക്. അയാൾ എന്തോ ചെയ്താലും ഇയാളെ കൊടുക്കാനായിട്ട് പല കേസുകൾ ഇപ്പോൾ ഇതിനെ ഇലക്ഷൻ വരെയൊന്നും നിലനിൽക്കുന്നത് 2 ദിവസം കഴിയുമ്പോഴത്തേന് വേറെ എന്തെങ്കിലും വരും. അയ്യപ്പൻ്റെ ഇത് മാറി അപ്പോഴത്തേന് ഈ ചാനലുകാരൊക്കെ ഇതൊക്കെ വിടും. ഓക്കെ, എന്താ പറയുന്നത്, ഇപ്പം ഉച്ചയ്ക്കാണ്, അതുകൊണ്ട് ഗുഡ് നൈറ്റ് ഒന്നും പറയുന്നില്ല. ഒരു നമസ്കാരം. ജയ് ഹിന്ദ്.